സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. തുമ്പൂർ മൊഴിയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി തട്ടുകട നശിപ്പിച്ചു. തുമ്പൂർ മൊഴി പാർക്കിന് സമീപം റോഡരികിലെ തട്ടുകടയാണ് ആനക്കൂട്ടം തകർത്തത്. ഇന്ന് പുലർച്ചയോടെയായിരുന്നു സംഭവം. തട്ടുകടയുടെ ഷെഡും സാമഗ്രികളും നശിപ്പിച്ച നിലയിലാണ്. കുറച്ചു നാളുകളായി പ്രദേശത്ത് ആനശല്യം രൂക്ഷമായിരിക്കുകയാണ്. തൃശൂരിൽ യുവ സംവിധായകനെ ബ്ലേഡ് കൊണ്ട് ആക്രമിച്ച് പണം കവർന്നു. മുപ്ലിയം സ്വദേശിനി നിജേഷിന് നേരെയാണ് അക്രമം നടന്നത്. MO റോഡിലെ തട്ടുകടയ്ക്ക് സമീപം ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. അക്രമം നടത്തിയ ചങ്ങനാശ്ശേരി സ്വദേശി ഷിജു, മുതുവറ സ്വദേശി ലിജുമോൻ എന്നിവരെ പോലീസ് പിടികൂടി. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ കോതപ്പറമ്പ് വാടയിൽ കുടിവെള്ളക്ഷാമത്തിൽ പ്രതിഷേധിച്ച് വീട്ടമ്മമാർ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ തടഞ്ഞു. 1 മണിക്കൂറിലധികം സമയം ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ചുവെങ്കിലും പ്രശ്നപരിഹാരത്തിന് ഇടപെടലുണ്ടായില്ല. 1 മണിക്കൂറിന് ശേഷം നാട്ടുകാർ വാട്ടർ അതോറിറ്റി സംഘത്തെ വിട്ടയച്ചു. മേത്തലയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് അപകടം. ഗൗരിശങ്കർ ജംഗ്ഷനിൽ ഇന്ന് രാവിലെ 10:45 അപകടം. TKS പുരം ഭാഗത്തു നിന്നും വരികയായിരുന്ന ഓട്ടോറിക്ഷ അഴീക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബസ്സുമായി കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാനായി വെട്ടിത്തിരിക്കുകയായിരുന്നു. ജില്ലയിലെ വിവിധ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് റെയ്ഡ്. കയ്പമംഗലം, തളിക്കുളം, കടങ്ങോട്, കൊടകര, എങ്കക്കാട്, മുണ്ടൂർ, അഞ്ഞൂർ, കല്ലൂർ, തൃക്കൂർ വില്ലേജ് ഓഫീസുകളിലാണ് റെയ്ഡ്. ഓപ്പറേഷൻ സുതാര്യത എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധനയുടെ ഭാഗമായാണ് റെയ്ഡ്. ഇരിഞ്ഞാലക്കുടയിൽ ജപ്തി ഭീഷണിയെ തുടർന്ന് ഗൃഹനാഥൻ ജീവനൊടുക്കി. കല്ലംകുന്ന് സ്വദേശി അശോകനാണ് ഇക്കഴിഞ്ഞ 14-ന് ജീവനൊടുക്കിയത്. ബാങ്ക് അധികൃതർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതായി അശോകന്റെ ഭാര്യ പ്രമീള പറയുന്നു. ബാങ്ക് ഭരണസമിതിയാണ് അശോകന്റെ മരണത്തിന് ഉത്തരവാദിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രവാസി സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റി തൃശൂർ AG's ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ മാർച്ചിലും ധർണയിലും പങ്കെടുത്തു. KA തോമസ് മാസ്റ്റർ പുരസ്കാരം ഈ വർഷം പ്രമുഖ ചിന്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ K വേണുവിന് 20,000 രൂപയും പ്രശസ്തി പത്രവും സ്മൃതി ഫലകവും ഉൾപ്പെടുന്ന പുരസ്കാരം KA തോമസ് മാസ്റ്റർ ഫൗണ്ടേഷനാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. PN ഗോപികൃഷ്ണൻ, ഡോക്ടർ CS വെങ്കടീശ്വരൻ, പ്രൊഫസർ കുസുമം ജോസഫ് എന്നിവരാണ് പുരസ്കാര നിർണയം നടത്തിയത്. എല്ലാ വിഭാഗം ജനങ്ങളുടെ ക്ഷേമം മുഖ്യ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ടിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഡോക്ടർ R ബിന്ദു അധ്യക്ഷയായി. പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ബുധനാഴ്ച കൊടികയറും. കൊടിയേറ്റത്തിന് മുന്നോടിയായി ആനയില ശിവേലിയും ആനയോട്ടവും നടക്കും. ബുധനാഴ്ച രാവിലെയാണ് ആനയില ശിവേലി. ഉച്ചകഴിഞ്ഞ് 3-നാണ് ആനയോട്ടം. ആനയോട്ടത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി സബ് കമ്മിറ്റി യോഗം ചേർന്നു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.